കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പ് ഫോർവേഡായിട്ട് ലഭിച്ച ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോറി വായിച്ചപ്പോൾ അത് നിങ്ങളുമായി കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കോഴിക്കോട് സ്വദേശിയായ വേണുഗോപാലൻ ചേട്ടൻ 55-ാമത്തെ വയസ്സിൽ പുകവലി നിർത്തി. എന്നിട്ട് സിഗരറ്റ് വാങ്ങാനായി അദ്ദേഹം ദിവസേന ഉപയോഗിച്ചിരുന്ന എമൗണ്ട് അദ്ദേഹം നിക്ഷേപം നടത്തി. അങ്ങനെ 7.5 വർഷം കൊണ്ട് അദ്ദേഹം നിർമ്മിച്ചത് ഏകദേശം 2.5 ലക്ഷം രൂപയാണ്. ഇതായിരുന്നു ആ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. വേണുഗോപാലൻ ചേട്ടൻ്റെ ചെറുപ്പകാലത്ത്, അതായത് ഏകദേശം 13-ാമത്തെ വയസ്സിൽ തന്നെ പറമ്പിൽ കിട്ടുന്ന കശുവണ്ടിയും അതുപോലെ തന്നെ അടയ്ക്കയൊക്കെ വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് തുടങ്ങിയ പുകവലിയാണ്. അദ്ദേഹം 55-ാമത്തെ വയസ്സ് വരെ അത് തുടർന്നു. 55-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പുകവലി നിർത്താൻ. അങ്ങനെ അദ്ദേഹം പുകവലി നിർത്തി. ദിവസേന അദ്ദേഹം 2 സിഗരറ്റ് വരെ വലിച്ചിരുന്നു. അതായത് ഒരു സിഗരറ്റിന് 45 രൂപ വീതം. അങ്ങനെ 2 സിഗരറ്റ് എന്ന് പറയുമ്പോൾ ദിവസം 90 രൂപ അദ്ദേഹം സിഗരറ്റ് വാങ്ങുവാനായി തന്നെ ചിലവഴിച്ചിരുന്നു. അദ്ദേഹം പുകവലി നിർത്തിയ ശേഷം ഈ പണം അദ്ദേഹം സേവ് ചെയ്യാനായി തുടങ്ങി. ദിവസേന 90 രൂപ വീതം മാറ്റിവെച്ച് മാസാവസാനമാകുമ്പോൾ അദ്ദേഹം ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഒരു ദിവസം 90 രൂപ വീതം മാറ്റിവെക്കുവാൻ നേരത്ത് ഒരു മാസം അത് 2700 രൂപയായി മാറും. ഈ 2700 രൂപ എല്ലാ മാസവും കൃത്യമായിട്ട് ബാങ്കിൽ നിക്ഷേപിച്ച് ഈ നിക്ഷേപം 7.5 വർഷക്കാലം തുടർന്നു. അങ്ങനെ ഇപ്പോൾ 7.5 വർഷമായപ്പോൾ അദ്ദേഹം നിർമ്മിച്ചത് ഏകദേശം 2.5 ലക്ഷത്തോളം രൂപയാണ്. ഒന്ന് ഓർത്തു നോക്കുക, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ദുശീലം അദ്ദേഹം നിർത്തി. അതുമൂലം ചെറിയൊരു എമൗണ്ട് വീതം അദ്ദേഹത്തിന് സേവ് ചെയ്യാനായി സാധിച്ചു. ആ പണം നിക്ഷേപിച്ചതിലൂടെ അദ്ദേഹത്തിന് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുവാനായി സാധിച്ചു. അദ്ദേഹം ഈ ഒരു എമൗണ്ട് ബാങ്കിൽ നിക്ഷേപിച്ചത് കൊണ്ടാണ് അദ്ദേഹത്തിന് 2.5 ലക്ഷം രൂപ മാത്രം നിർമ്മിച്ചെടുക്കുവാനായി സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏജ് 55 വയസ്സുണ്ടായിരുന്നു. ആ ഒരു ഏജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു ഏജ് തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹം ബാങ്ക് നിക്ഷേപം നടത്തി, അതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ റിസ്ക് എടുത്ത് ഈ മാസം 2700 രൂപ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP ആയി നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് നിർമ്മിച്ചെടുക്കുവാനായി സാധിക്കുമായിരുന്നു. അദ്ദേഹം മാസം 2700 രൂപ വീതം വെറും 10% റിട്ടേൺ നൽകുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് നിക്ഷേപിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 3,58,530 രൂപ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമായിരുന്നു. ഇനി ഈ 10% റിട്ടേണിന് പകരം 15% റിട്ടേൺ നൽകുന്ന ഒരു ഫണ്ടിൽ 8 വർഷക്കാലം മാസം 2700 രൂപ വീതം അദ്ദേഹം നിക്ഷേപിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 4,39,402 രൂപ നിർമ്മിച്ചെടുക്കുവാനായി സാധിക്കുമായിരുന്നു. ഇതുപോലെ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചെറിയൊരു എമൗണ്ട് പോലും നിക്ഷേപിച്ച് നമുക്ക് ലോങ് ടൈമിൽ നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യുവാനായി സാധിക്കും. എല്ലാവർക്കും തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദുശീലം കാണും. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ പുകവലി ആയിരിക്കും, ചിലവർക്ക് മദ്യപാനമായിരിക്കും, ചിലവർക്ക് കൺട്രോൾ ഇല്ലാത്ത രീതിയിലുള്ള ഷോപ്പിംഗ് ആയിരിക്കും, ചിലർ ഒരാവശ്യമില്ലെങ്കിൽ എല്ലാ മാസവും പോയി എന്തെങ്കിലുമൊക്കെ വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടും, ചിലർ ഇറങ്ങുന്ന എല്ലാ സിനിമയും പോയി കാണും, ചിലർ അനാവശ്യമായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ, അതായത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നെറ്റ്ഫ്ലിക്സ്, ആമസോൺ ഇല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് ആപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കുറേയധികം ദുശീലങ്ങൾ പലർക്കുമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വരവ് ചിലവുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്യാനായി ശ്രമിക്കുക. ആ വരവും ചിലവും നിങ്ങൾ എഴുതി വെക്കുക. അല്ലെങ്കിൽ അതിനായിട്ടുള്ള മൊബൈൽ ആപ്പുകളുണ്ട്. മൊബൈൽ ആപ്പിനെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. നല്ലൊരു ആപ്പാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ ആ ഒരു ആപ്പ് ഉപയോഗിച്ചെങ്കിലും നിങ്ങളുടെ വരവും ചിലവും കറക്റ്റായിട്ട് രേഖപ്പെടുത്തി വെക്കുക. എന്നിട്ട് മന്ത് എൻഡ് ആകുമ്പോൾ നമ്മൾ ഒന്ന് നോക്കാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മൾ എവിടെയാണ് അനാവശ്യമായിട്ട് പണം ചിലവഴിച്ചത്, നമുക്ക് എന്താണ് പോരായ്മ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ നിയന്ത്രിച്ച് ആ ഒരു പണം നമ്മൾ നിക്ഷേപിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ വലിയൊരു മാറ്റം തന്നെയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സാമ്പത്തിക അച്ചടക്കം വരും. ലോങ് ടൈമിലേക്ക് ഈ ചെറിയൊരു എമൗണ്ട് ആണെങ്കിൽ പോലും നിക്ഷേപം നടത്തി നിങ്ങൾക്ക് നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കും. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ എക്സ്പെൻസും കാര്യങ്ങളൊന്നും ട്രാക്ക് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ 1-2 മാസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ചിലവ് നിയന്ത്രിച്ചിട്ട് ആ പണം വെറുതെ വീട്ടിൽ സൂക്ഷിച്ച് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ വെറുതെ ബാങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഇട്ടതുകൊണ്ടോ ഒരു കാര്യവുമില്ല. അത് നമ്മൾ നിക്ഷേപം നടത്തണം. നിക്ഷേപം നടത്തിയാൽ മാത്രമേ ആ ഒരു എമൗണ്ടിന് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് നല്ലൊരു വളർച്ച ഉണ്ടാക്കുവാനായി സാധിക്കൂ. നിക്ഷേപിക്കാനായിട്ട് നമുക്ക് ചുറ്റും നിരവധി നിക്ഷേപ പദ്ധതികളുണ്ട്. ചിലതൊക്കെ ഫ്രോഡ് ആയിരിക്കും, നമ്മൾ ഇട്ട പണം പോകും. പിന്നെ റിസ്ക് എടുക്കുന്ന തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളുണ്ട്. അതായത് നിക്ഷേപം നടത്തിയാൽ നമുക്ക് നല്ല റിട്ടേൺ കിട്ടും, പക്ഷേ ചിലപ്പോൾ നമുക്ക് നഷ്ടം വരുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലത്തെ നിക്ഷേപ പദ്ധതികളുണ്ട്. പിന്നെ റിസ്ക് ഒന്നുമില്ല, നമുക്ക് സ്റ്റേബിളായിട്ട് റിട്ടേൺ തരുന്ന നിക്ഷേപ പദ്ധതികളുണ്ട്. അപ്പോൾ ഇതുപോലെ വിവിധ തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന റിസ്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് നിക്ഷേപ പദ്ധതികൾ ചൂസ് ചെയ്യാം. ഒരിക്കലും ഒരു നിക്ഷേപ പദ്ധതി മാത്രം ചൂസ് ചെയ്യരുത്. സ്പ്ലിറ്റ് ചെയ്ത് വിവിധ മേഖലകളിലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. എക്സാമ്പിളായിട്ട് നമുക്ക് നമ്മുടെ അംബാനിയെ നോക്കാം, അല്ലെങ്കിൽ അലിബാബയുടെ ജാക്മയെ നോക്കാം, അല്ലെങ്കിൽ ആമസോണിൻ്റെ ജെഫ് ബെസോസിനെ നോക്കാം. എല്ലാവരും തന്നെ നിക്ഷേപം നടത്തുന്നത് ഒരൊറ്റ മേഖലയിലല്ല. അവർ ഓരോരോ മേഖലകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു മേഖലയിൽ തകർച്ച സംഭവിച്ചാലും അവർക്ക് മറ്റേ മേഖലയിലെ ലാഭത്തിൽ നിന്നും അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായി സാധിക്കും. നമ്മൾ ഒരൊറ്റ മേഖലയിൽ മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നതെങ്കിൽ അതിനെന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ സമ്പാദ്യം മുഴുവനും നഷ്ടമാകും. അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വിവിധ മേഖലകളിലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ചിലവിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് സേവിങ്സിന് കൊടുക്കുക. എല്ലാവരും തന്നെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻകം ലഭിക്കും, ഇൻകത്തിൽ നിന്നും നമ്മുടെ ചിലവൊക്കെ നടത്തും, ചിലവൊക്കെ നടത്തിയ ശേഷം മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. അത് തെറ്റായിട്ടുള്ള ഒരു ശീലമാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക്
ആദ്യം നമ്മുടെ ഇൻകം വരുന്നു. ഇൻകം വരുമ്പോൾ തന്നെ നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ച ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. എന്നിട്ട് മിച്ചമുള്ള പൈസയ്ക്ക് നമ്മൾ നമ്മുടെ ചിലവുകൾ നിയന്ത്രിച്ച് കൺട്രോൾ ചെയ്ത് നടത്തിയെടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്ന് വരാം. ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ വസ്ത്രങ്ങൾ എല്ലാ മാസവും വാങ്ങാൻ സാധിച്ചില്ലെന്ന് വരാം. അങ്ങനെ കുറേ അധികം കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആരുടെയും കയ്യിൽ നിന്നും കടം വാങ്ങാതെ നല്ലൊരു സ്വസ്ഥമായിട്ടുള്ളൊരു സാമ്പത്തിക അച്ചടക്കം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുവാനായി സാധിക്കും. മാത്രമല്ല ലോങ് ടേമിൽ നിങ്ങൾക്ക് നല്ലൊരു വെൽത്തും ജനറേറ്റ് ചെയ്തെടുക്കുവാനായി സാധിക്കും. നമ്മൾ വിവിധ നിക്ഷേപ പദ്ധതികളെ പറ്റിയും അതുപോലെ തന്നെ നിക്ഷേപം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയുമൊക്കെ വിശദമായിട്ടുള്ള വീഡിയോകൾ മുൻപ് ചെയ്തിരുന്നു. നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വേണുഗോപാലൻ ചേട്ടൻ ചെയ്തതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ദുശീലമുണ്ടെങ്കിൽ അതൊന്ന് നിർത്തിയിട്ട് ആ ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ നിക്ഷേപം നടത്തുക. ഇനി പലർക്കുമുള്ളൊരു സംശയമായിരിക്കും, എനിക്ക് സാലറി കുറവാണ്, ഞാനെങ്ങനെ നിക്ഷേപം നടത്തുമെന്ന്. അങ്ങനെയല്ല, നമുക്ക് എത്ര ചെറിയ സാലറി ആണെങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ചിലവുകൾ നിയന്ത്രിക്കുന്നതിലൂടെ ഒരു എമൗണ്ട് നമുക്ക് നിക്ഷേപം നടത്തുവാനായി സാധിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് വേറൊരു യൂട്യൂബ് ചാനലുണ്ട്, ഓൺലൈൻ മണി മേക്കിംഗ്, അതുപോലെ തന്നെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ടെക്നോളജി അപ്ഡേറ്റുകൾ, ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ്. ആ ചാനൽ കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി